ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി സോഫ റിനോവേഷൻ്റെ ഒരു ഐഡിയ ആയിട്ടാണ്. സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള സോഫ സെറ്റാണ് കേട്ടോ. ഒരു 3 സീറ്റും അതേപോലെ തന്നെ 2 സിംഗിൾ സീറ്റായിട്ട് വരുന്ന ഒരു സോഫ സെറ്റാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നല്ലൊരു ക്ലോത്ത് സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു സോഫയിലേക്ക് മാച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സോഫയിലേക്ക് ഇട്ടാൽ രസമുള്ള തരത്തിലുള്ള ഒരു ക്ലോത്ത് നമ്മൾ സെലക്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്ത ഒരു വെൽവെറ്റിൻ്റെ ക്ലോത്താണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലുള്ളൊരു വെൽവെറ്റിൻ്റെ ക്ലോത്താണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സോഫയിൽ വിരിച്ച് കൊടുക്കുക. ആദ്യം എത്ര ലെങ്ത്ത് വേണം കാര്യങ്ങളൊക്കെ നമ്മൾ സോഫയിൽ ഇട്ട് കൊടുത്താലേ നമുക്ക് അറിയുള്ളൂ. നമ്മൾ മെഷർ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ സോഫയിൽ ഇട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് ഉള്ളിലേക്കൊക്കെ ആക്കാൻ പറ്റുന്ന സോഫ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളം തുണി വേണം, എത്രത്തോളം ലെങ്ത്ത് വേണം എന്നുള്ളത് ലെവലിൽ നമ്മളൊന്ന് മെഷർ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ചെറിയ ഭാഗങ്ങളിൽ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ളൊരു നമ്മളൊരു മാറ്റാണ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ സോഫയുടെ നമ്മുടെ കാലിൻ്റെ ഭാഗത്തായിട്ട് അതേപോലെ തന്നെ സോഫയുടെ എൻഡിലായിട്ട് കാണുന്ന ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഭാഗത്ത് എലാസ്റ്റിക് ഇട്ടിട്ട് അവിടത്തേക്ക് നമ്മൾ കൊടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ കാലിൻ്റെ 2 സൈഡിലും മാത്രമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു എലാസ്റ്റിക് മടക്കി വെച്ചിട്ട് നമ്മുടെ തുണി മടക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടത്തേക്ക് താഴത്തേക്ക് നമ്മൾ വിരിച്ചതിന് ശേഷം നമ്മളൊരു കറക്റ്റായിട്ട് ആ ഒരു കാലിൻ്റെ താഴത്തേക്കോ ഇല്ലെങ്കിൽ നമുക്ക് സോഫയുടെ അടിയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഭാഗത്തേക്ക് നമ്മളൊന്ന് വലിച്ചു പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് അവിടെ മുറുക്കി ഇട്ട് കൊടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ്. ഞാനപ്പോൾ നമ്മുടെ കാലിൻ്റെ ഭാഗത്തേക്കായിട്ടുള്ള ഇഞ്ചിനനുസരിച്ചിട്ട് അളവെടുത്തിട്ട് അവിടെ മാത്രം ഞാൻ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് താഴത്തേക്ക് മാത്രമായിട്ട് എലാസ്റ്റിക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ലെവലിൽ നമ്മൾ ചെയ്തിട്ട് നമ്മുടെ സോഫ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വിരിച്ചു കൊടുക്കാണ്ട് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡ് തന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ ഒരു പഴയ സോഫ നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്തൊരു രീതിയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ റെക്സിനും കാര്യങ്ങളൊക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് തന്നെ ആവും കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നല്ലൊരു ക്ലോത്ത് നമ്മൾ വെൽവെറ്റിൻ്റെ അത്യാവശ്യം നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതേപോലെ കീറിയിട്ടുള്ളത് അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള സോഫാസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇത്തരത്തിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കോ ഷെയറോ കമൻറ്റോ ഒന്നും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല ഐഡിയാസുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.